പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തകൃഷ്ണന്റെയും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെയും അക്കൗണ്ട് ഇഡി മരവിപ്പിച്ചു. ഇരുവരുടെയും വീടുകളിൽ നടന്ന വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് നടപടി. തന്നെ ഇഡി വിശദമായി ചോദ്യം ചെയ്തുവെന്ന് ലാലി വിൻസെന്റ് സമ്മതിച്ചു. മൊഴി പരിശോധിച്ച ശേഷം വീണ്ടും വിളിപ്പിക്കുമെന്ന് ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചതായും ലാലി വിൻസെന്റ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വസതിയിൽ 12 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കും ചോദ്യം ചെയ്യലിനും ശേഷമാണ് ഇഡിയുടെ പ്രധാന നടപടിയുണ്ടായത്. ലാലി വിൻസെന്റിന്റെയും പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തകൃഷ്ണന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിച്ചു. പറവൂർ ജനസേവാ സമിതി ട്രസ്റ്റ് ചെയർമാനായ ഡോക്ടർ എൻ മധുവിന്റെ അക്കൗണ്ടും മരവിപ്പിച്ചിട്ടുണ്ട്. പാതിവിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. അനന്തകൃഷ്ണന്റെ കമ്പനികളുടെ വിവിധ അക്കൗണ്ടുകളിലായി 2.38 കോടി രൂപയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിൽ 1.15 ലക്ഷവും ഡോക്ടർ എൻ മധുവിന്റെ അക്കൗണ്ടിൽ 1.68 കോടി രൂപയുമാണ് ഉണ്ടായിരുന്നത്. ഇഡി തന്നെ വിശദമായി ചോദ്യം ചെയ്തുവെന്ന് ലാലി വിൻസെന്റ് സമ്മതിച്ചു. അനന്തകൃഷ്ണൻ തന്നെ പറ്റിച്ചിട്ടില്ലെന്നും തന്റെ കക്ഷി എന്ന നിലയിൽ അനന്തുവിനെ തള്ളിപ്പറയാൻ തനിക്ക് കഴിയില്ലെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. എല്ലാവരും എന്നെ പ്രഷറൈസ് ചെയ്ത് എൻ്റെ കക്ഷിയെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ എനിക്ക് പറയാൻ കഴിയില്ല. എന്നെ പറ്റിച്ചിട്ടില്ല. ചിലപ്പോൾ ഹിയറിങ്ങിന് വിളിക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്നെയർ ഉണ്ട്, അത് ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. മുഖ്യപ്രതി അനന്തകൃഷ്ണനുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഉൾപ്പെടെ ഇഡി പിടിച്ചെടുത്തുവെന്നാണ് വിവരം. അനന്തകൃഷ്ണനുമായുള്ള ബന്ധം, ഇയാളുടെ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച് ലാലി വിൻസെന്റിൽ നിന്നും വിശദമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ച ശേഷം ലാലി വിൻസെന്റിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡി തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി.